വിഷുവിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കണിവെള്ളരിപ്പാടങ്ങളിൽ വിളവെടുപ്പ് ഉത്സവങ്ങൾക്ക് തുടക്കമായി. കടുത്ത വരൾച്ച വിളവ് കുറച്ചു എന്നാണ് കർഷകർ പറയുന്നത്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വിഷുവിന് മലയാളിക്ക് കണി കാണാൻ കണിവെള്ളരി നിർബന്ധമാണ്. ഇത് മുന്നിൽ കണ്ട് കോഴിക്കോട്ടെ കർഷകർ കണിവെള്ളരി വ്യാപകമായി തന്നെ കൃഷി ചെയ്യുന്നു. വിഷുക്കാലത്ത് ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് കണിവെള്ളരി കൃഷി. എല്ലാ വർഷവും ഞങ്ങൾ ഈ വിഷുവിനോടനുബന്ധിച്ച് കണിവെള്ളരി ഉണ്ടാക്കാറുണ്ട്. ഇക്കൊല്ലം ഇവിടെ ഉണ്ടാക്കിയതാണ്. കടുത്ത വരൾച്ച കണിവെള്ളരി കൃഷിയെയും ബാധിച്ചെന്ന് കർഷകർ പറയുന്നു. പ്രാവശ്യം ഞങ്ങളെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കടുത്ത വേനൽ ഞങ്ങളെ എല്ലാ കൃഷികൾക്കും ബാധിച്ചിരുന്നു. അത് കൂടുതൽ ബാധിച്ചത് ഈ കണിവെള്ളരിക്കാണ്. പിന്നെ ഞങ്ങളുടെ ഉൽപ്പാദനം ഈ പകുതിയിലധികം ഞങ്ങൾക്ക് ഈ മാർക്കറ്റ് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഉണ്ടായത്. കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വെള്ളരിപ്പാടങ്ങളുള്ളത് മാവൂർ, പെരുവയൽ പഞ്ചായത്തുകളിലായാണ്. പാടങ്ങളിൽ ചെന്ന് വാങ്ങുന്ന വെള്ളരികൾ വിപണിയിലെത്തിക്കുന്നത് മൊത്തക്കച്ചവടക്കാരും. വിദേശ രാജ്യങ്ങളിലേക്ക് വരെ കയറ്റി അയക്കുന്നുണ്ട് ഈ വെള്ളരികൾ. വിഷുവിന് ഏതാനും ദിവസം മാത്രം അവശേഷിക്കെ കണിവെള്ളരിയുടെ വിപണിയും സജീവമാവുകയാണ്. മീഡിയ 1 കോഴിക്കോട്.